അപ്പോൾ നമ്മളിപ്പം കല്യാണത്തിന് റെഡിയാവാൻ പോവേന്ന്. നമുക്കൊരു 11:30 മുഹൂർത്തം. അപ്പോൾ അതിന് മുമ്പേ റെഡിയായിട്ട് സെറ്റായിട്ട് പോകണം. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ റെഡിയായി, ചേച്ചി റെഡിയായിട്ടാ. അപ്പോൾ എല്ലാവരും റെഡിയായി. ഇനി നമ്മൾ പോകാൻ നിൽക്കുകയെന്ന്. ഒരു 5 മിനിറ്റേ ഉള്ളൂ ഇവിടെ നിന്ന്. അപ്പോൾ വേഗം പോവും. ഇനി ഒന്നാണ് ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പാട് തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്താണ് പോയത്. അപ്പോൾ നമ്മൾ വിചാരിച്ച കണക്കെ ആയിരുന്നില്ല. 11:30 മുഹൂർത്തം, 12:15 12:45 മുഹൂർത്തം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് പേരും മാത്രമേ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നുള്ളൂ. എത്തിപ്പോയി ഗൈസ്, ആരും എത്തിയിട്ടില്ല. ഇനി ചെക്കനും പെണ്ണും എല്ലാം വരണം. അപ്പോൾ ഫാൻ കണ്ടപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയി. അപ്പോൾ അടുത്ത കല്യാണം ചേച്ചീൻ്റെതായതുകൊണ്ട് തന്നെ ഇപ്പോഴേയുള്ള പ്രാക്ടീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഇരുന്നാമെന്ന് ഇങ്ങോട്ടേക്ക് ആൾ വന്നു. അവർ വരുമ്പോഴേക്ക് ഇനി ഓഡിറ്റോറിയം ഫില്ലായിക്കോളും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സിങ് റൂം കണ്ടു. എത്തിയിട്ട് ഇവിടെ ഡ്രസ്സിങ് റൂമിലൊന്നും ആരുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പെണ്ണ് ഇവിടെ നിന്നല്ല മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ പെണ്ണ് ഇനി വരണം, ചെക്കനും വരണം. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇല്ല ഇവിടെ. ഈ റൂമിൽ വേറെ ആരുമില്ല. ഡ്രസ്സിങ് റൂമിൽ എല്ലാവരും വന്ന് തുടങ്ങി. അത്രയും നമ്മൾ വിചാരിച്ച് നമ്മൾ ലേറ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ലേറ്റൊന്നുമല്ല, നേരത്തെ തന്നെ എത്തി കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും വരണം. പെണ്ണ് ഇങ്ങോട്ട് തന്നെയാണ് വരിക ആദ്യം. ബാക്കി അങ്ങോട്ടേക്ക് പെണ്ണിനെ കൊണ്ടുവന്നും താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പെണ്ണ് വന്നു. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. പിന്നെ അവരെ ഫാമിലി ആട്ടോ ഇതൊക്കെ. അപ്പോൾ പിള്ളേരൊക്കെ താലപ്പൊലി എടുക്കാൻ റെഡിയായി. താലപ്പൊലി എന്നാണ് പറയില്ലെന്ന് എനിക്കറിയില്ല. അൺഫോർച്യുനേറ്റ്ലി നമ്മളും അതിൻ്റെ ഭാഗമാണ് കേട്ടോ. അൺഫോർച്യുനേറ്റ്ലി പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു പെണ്ണിൻ്റെ ഒപ്പം നടക്കാൻ തന്നെ ഇതിൽ കാണുന്ന നടക്കാം. പിന്നെ ബാക്കി അങ്ങോട്ട് കല്യാണവും കാര്യങ്ങളും ഒക്കെയായി ആ ഒരു ടൈം അങ്ങനെ പോയിട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി. കാരണം ഒരു കല്യാണത്തിന് വന്നാൽ എന്തായാലും ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ തന്നെയായിട്ട് കുളവും നല്ല ഫോട്ടോ എടുക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ഇതവിടെ എപ്പോഴും സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോട് വർത്തമാനം കഴിയുമ്പോഴേക്കൊക്കെ നമുക്ക് ഇലയും കാര്യങ്ങളൊക്കെ എത്തി. നമ്മൾ ഇലയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സദ്യയും പായസവും പ്രഥമനം ഉണ്ടായിട്ടോ കേട്ടോ. പ്രഥമനൊക്കെ കുടിച്ചു. കാര്യങ്ങളും കഴിച്ച് നമ്മൾ വയറൊക്കെ ഫുള്ളാക്കി നമ്മൾ എഗെയിൻ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവരെ ഫോട്ടോഷൂട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ബോറടിച്ച നേരം നമ്മളെന്താക്കി, പുറത്തു പോയി. അപ്പോൾ ഏകദേശം ഫാമിലീസും കാര്യങ്ങളൊക്കെ അവരൊക്കെ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു. അവിടെ നിന്നും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഓരോരാളായി പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളും പോകാമെന്ന് വിചാരിച്ചു. ഇവർ പോയതോടെ തന്നെ നമ്മളും പോയി. അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും ഉണ്ടാവും. അപ്പോൾ അതുവരെ ബൈ ഗൈസ്.